അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വർക്ക് നമുക്ക് ആ ജനാല പൊളിച്ചിട്ട് അവിടെ അതിനെക്കാട്ടി നീളം കൂടിയ ജനാല വെക്കലായിരുന്നു പണി. അപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പർ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വെട്ടിപ്പൊളിച്ചെടുക്കാൻ അവനാ നമ്മൾ തുറപ്പിച്ചിട്ട് വല്ലവന് പുല്ലുമായെന്ന് പറഞ്ഞാൽ ഓണത്തിലെത്തി ജനാല. അപ്പോൾ നമ്മളിതിൻ്റെ സൈറ്റ് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്തത് നമ്മളെ ഫുള്ള് നമ്മളെ ചെറുപ്പകാലത്ത് നമ്മൾ കൂടെ കളിച്ച് നടന്ന ഫുള്ളിൻ്റെ വീട്ടിലാണ് ഇന്നത്തെ വർക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾ തൊട്ട അയൽവക്കൽ തന്നെ സ്റ്റെയർ കേസ് കയറി നേരെ കോണിക്കൂടിൻ്റെ ഒരു ചാരിയിട്ടുള്ള ജനവാതിലാണ് എടുത്ത് ചെയ്യാനുള്ളത്. ഈ ജനവാതിലാണ് അവിടെ കൊണ്ടുപോയി വെക്കാനുള്ളത്. പഴയ ജനാല ആകെ ഉള്ളത് 1.20 ഇത് 2 മീറ്റർ ഹൈറ്റും 1 മീറ്റർ വീതിയാണ് ഇതിൻ്റെ ഇത് വരുന്നത്, വെളിച്ചത്തിന് വേണ്ടി. അപ്പോൾ അവിടെ പെയിൻറ്റിങ്ങുകാരുണ്ടാവും. നമ്മുടെ സൈറ്റിൽ പെയിൻ്റ് അടിക്കുന്ന ആൾക്കാർ ഒക്കെ നമ്മൾ കമ്പനിപ്പെട്ട ആൾക്കാർ തന്നെയാണ്. നമ്മൾ പ്രദീപ്, പിന്നെ അൻസാറുണ്ട്, അനസുണ്ട്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന അനസ്. നമ്മൾ ആദ്യം വരെ കൂടി പെയിൻറ്റിങ്ങിനൊക്കെ പോയി. ഇത് അൻസാറിൻ്റെ പെയിൻറ്റ് വർക്കിങ്ങിൽ കരളാണ്, ഭയങ്കര ഐഡിയപരമായിട്ട് ചെയ്യുന്ന ആളാണ് അൻസാർ. ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വർക്കൊക്കെ ജനാല പൊളിക്കൽ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ഒരു വലിയ ജനാല വെച്ചെടുക്കാം. അപ്പം അതിൻ്റെ ജനാലിൻ്റെ പൊളികളൊക്കെ ഒരുപാട് ഹൈറ്റ് വരെ എടുക്കാന്നുള്ള തീരുമാനത്തിൽ. അപ്പം താഴെ ടാർപ്പായി അതിലേക്കുള്ള പൊടിപടലങ്ങൾ ആ ഭാഗത്ത് ലാൻഡിങ്ങിൻ്റെ മാർബിളും ആവണ്ട വിചാരിച്ചിട്ട് പിന്നെ ടോപ്പ് വരെയുള്ള വലിയ ജനവാതിൽ വെക്കണം. ഈ ജനാല പഴയ ജനലായതുകൊണ്ടാണ് 2 മീറ്റർ ഹൈറ്റ്. അപ്പോൾ 2 മീറ്റർ ഹൈറ്റും ഇതിലെ ജനാലാണ് വെക്കാറുള്ളത്. വെളിച്ചത്തിനാണ്, ജനലല്ല, ഫുൾ ഗ്ലാസ് ഫ്രെയിം ഇട്ടുകൊണ്ട് ചെയ്യാനുള്ളത്. നമ്മളെ ജനലിൻ്റെ വർക്ക് ഏകദേശം പൂർത്തിയായി അത് വെച്ചിട്ടുണ്ട്. ഫുള്ള് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ ഫിനിഷിംഗ് ആണ് കണ്ട, ഫുള്ള് ഫിനിഷിംഗ് ആയി. ഈ തേപ്പേർക്ക് ഒരു പണിയില്ല വരിക, കൊത്തിപ്പൊളിച്ച കച്ചറൊരു തേപ്പ് മാത്രമേ. പക്ഷെ ആ മഞ്ഞ വയർ കാണുന്നത് അവിടെ കുറച്ച് കച്ചറുണ്ട്. പഴയ ജനല ഹൈറ്റ് കുറവായതുകൊണ്ട് കച്ചറുണ്ട്. അതിൻ്റെ അടിയിൽ കൂടി ലൈന് പോയി കാറ്റിൻ്റെ അത് ഇതാക്കലാണ്. അപ്പോൾ ഒരു സൈഡത്തെ കച്ചറ ഫുള്ള് വാരിയിട്ട് കച്ചറ വാരിയെടുക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അൻസാർ ബായ്, പെയിൻറ്റിങ്ങിൽ കലാവിരുന്ന് നടത്തുന്ന അൻസാർ ബായി ആണ്. അപ്പോൾ ഓനക്ക് ഇവിടെ പുട്ടിടാണ്. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ പറഞ്ഞ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അപ്പം അത് വയറിങ്ങേർ വന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ നമ്മളെ ഹെൽപ്പർ ഓരോരോ കച്ചറകളൊക്കെ നീക്കി കൊണ്ടുപോകണം. കണ്ടില്ലേ, കൊട്ടയിലാക്കിയിട്ട് സ്റ്റെയർ ഏകദേശമൊക്കെ നമ്മളെ വർക്ക് 90% കച്ചറേ ഉള്ളൂ. നമ്മൾ ഓവർ വല്ലാതെ ഫുള്ള് കച്ചറ വീണതുകൊണ്ട് മാർബിളൊന്നും കച്ചറ ആയിട്ടില്ല. അപ്പോൾ വീട്ടുകാർക്കും ടാർപ്പായി അല്ലിട്ടതും ഓവർ അടിച്ചു വരാനോ വൃത്തിയാക്കാനോ അല്ലാതെ ഉണ്ടാവില്ല. നമുക്ക് സുഖമാണ്. അപ്പോൾ അതിലെ കച്ചറ മാറ്റണ ലാസ്റ്റ് 2 വട്ടിയും കൂടി കച്ചറ ഉണ്ട്, വേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലുണ്ട് ചോറ് കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പൈസയും വാങ്ങിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ വീട്ടിൽ കൊണ്ടുപോകണ്ടില്ല, കണ്ടില്ല, താഴോട്ട് കൊണ്ടുപോയില്ലാണ്ട്. അപ്പോൾ നമ്മളെ വെച്ച് കൊടുത്ത് ക്ലീനാണ്. ഒരു വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിൽ നമ്മൾ കൊള്ളിച്ചെടുക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.